ആദ്യം തന്നെ 1 മിനിറ്റ് മൗനം ആചരിച്ചിട്ട് തുടങ്ങാം. അല്ല, രാജ്യം ഭരിക്കാൻ റെഡി ആയിരുന്നവര് ബീഹാറിൽ അവിടെ തകർന്നടിഞ്ഞപ്പോ നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേർന്നില്ലെങ്കിൽ മോശല്ലേ? ആജ് डबल इंजन की नीतीश सरकार की विदाई है और तेजस्वी सरकार बिहार की जनता ने लाई है. എക്സിറ്റ് പോൾ ഫലം വന്നപ്പോഴും എന്തായിരുന്നു കോൺഫിഡൻസ്? എക്സിറ്റ് പോൾ ഒക്കെ എന്ത്? ആ മോദിജി നിതീഷ് കുമാർ ഒന്നും അങ്ങോട്ട് മാറിക്കോ, ഞങ്ങളൊരു സർക്കാർ ഉണ്ടാക്കിക്കോട്ടെ എന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? പടക്കടകുദാവ. പരമദയനീയമായ പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. എക്സിറ്റ് പോൾ ഒക്കെ എന്ത്? അതും കടന്നാണ് ബീഹാറിലെ എൻഡിഎയുടെ തേരാട്ടം. ശരി, അപ്പൊ ഈ വോട്ട് ചോരിയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് എല്ലാവർക്കും ഉള്ളത് രാഹുൽ ഗാന്ധി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇതായിരുന്ന ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ബീഹാറിൽ മഹാസഖ്യം മഹാവിജയം നേടും. അങ്ങനെ JDU NDA വിടും. അങ്ങനെ കേന്ദ്ര സർക്കാർ നിലംപൊത്തും. അങ്ങനെ എന്തൊക്കെ മോഹങ്ങളായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായത്. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി അവരെന്നെ പറഞ്ഞെടുക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ ഗതി വന്നല്ലോ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന് ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം. എങ്ങാനും NDAക്ക് ഒരു പരാജയം വരികയാണെങ്കിൽ അത് BJP സർക്കാരിനുള്ള നല്ല 8ന്റെ പണിയായിരിക്കുന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ട് മോദിജി ഡയറക്റ്റ് കളത്തിൽ ഇറങ്ങിയിട്ടായിരുന്നു ഫൈറ്റ് നയിച്ചത്. അപ്പോഴും ഇന്ത്യ മുന്നണി പ്രതീക്ഷയോടെ രാഹുൽ ഗാന്ധിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്തിന്? എന്ത് കാര്യത്തിന്? എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? കോൺഗ്രസിന്റെ 75 വർഷത്തിൽ കൂടുതലുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഈ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവിടുത്തെ ബീഹാറിലെ ജനങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ബീഹാറിലും ഡബിൾ എഞ്ചിൻ സർക്കാർ. വരാനിരിക്കുന്ന അസം തെരഞ്ഞെടുപ്പിലും ബംഗാൾ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇതന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് ജിമാര് പറയണത്. രാഹുൽജി ഇതുവല്ലം കേൾക്കണ്ട. ആരോട് പറയാൻ? ആര് കേൾക്കാൻ? ബീഹാറിലെ NDAയുടെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഏറ്റവും മാതൃകയാക്കാവുന്നത് കേരള സംസ്ഥാനത്തിനാണ്. കോൺഗ്രസ് ആസ്ഥാനത്തേക്കാണെങ്കിൽ ഒന്ന് നോക്കാൻ കൂടി പറ്റണില്ല. ഒരു ഈച്ച കുഞ്ഞു പോലും ഇല്ലാണ്ട് ശോകമുഖമായിട്ട് കിടക്കല്ല അവിടെ. ബീഹാറിൽ ജയിച്ചത് NDA അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വിജയമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞ് പിടിച്ചേക്ക. വോട്ട് ചോരിയൊക്കെ ആരോപിച്ചിട്ട് വലിയ സ്ക്രീനിൽ കണക്കൊക്കെ പ്രദർശിപ്പിച്ചപ്പോ നമ്മള് വിചാരിച്ചു എന്തോ മലമറിക്കാൻ പോവാണെന്ന്. എന്നിട്ട് എന്തിട്ട് ഗുണം ഉണ്ടായത്? ഒരു ഗുണം ഉണ്ടായി. നമ്മുടെ ഗോപാൽജി പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി, അത്ര തന്നെ. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു തോൽവിയും ചെയ്യും. സമസ്ത മേഖലയിലും കടന്നു കയറി വോട്ട് വിഹിതം ഉയർത്തിയിട്ടല്ലേ മോദി നിതീഷ് സഖ്യത്തിന്റെ വിജയം. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. തേജസ്വി യാദവ് ജയിക്കുന്നു വിചാരിച്ചിട്ട് അവരുടെ പ്രവർത്തകർ ഒരു പാട്ടൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ പാട്ട് പാടിയിട്ട് പരിപാടി അവസാനിപ്പിക്കാം. രാഹുൽജിക്ക് സ്നേഹത്തിന്റെ കട തുടങ്ങാൻ കുറച്ചും കൂടി ടൈം വേണം കേട്ടോ, കുറച്ച് റെസ്റ്റ് വേണം. അതുകൊണ്ടാ കട നമുക്ക് പിന്നെ തുടങ്ങാം. ഖതം, ടാറ്റ, ബൈ ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.